നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ യൂണിറ്റ് 5 ഇത് മൊഡ്യൂൾ 5 യൂണിറ്റ് 5 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണ് നോക്കുന്നത് 1961. സോ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിനകത്ത് വരുന്നത് ഡൗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എനി പ്രോപ്പർട്ടി അല്ലെങ്കിൽ എനി മണി ഓർ എനി വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൺ ഓർ എഗ്രീഡ് ടു ബി ഗിവൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മാരേജ് വഴി, അല്ലെങ്കിൽ മാരേജ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിൽ കൊടുക്കുന്നൊരു പ്രോപ്പർട്ടിയോ മണിയോ അല്ലെങ്കിൽ ഒരു വാല്യുബിൾ സെക്യൂരിറ്റിയോ, അത് പൈസയുടെ രൂപത്തിലോ എന്ത് രൂപത്തിലോ ആണെങ്കിലും ആകാം, ഗോൾഡോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ, അത് ഒരു മാരേജ് പാർട്ടി മറ്റൊരു മാരേജ് പാർട്ടിക്ക് കൊടുക്കുന്നു. ആൻഡ് ആരാണ് കൊടുക്കുന്ന? പേരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഓഫ് ഐദർ ഓഫ് ദി പാർട്ടി. ഓക്കെ, ദെൻ ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് മാരേജിൽ, അത് വോളണ്ടറി ആണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമറി ആണെന്നുണ്ടെങ്കിലും അതും എന്ത് ചെയ്യുക? ഇതാണ് ഡൗറി എന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ആക്ട് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് വെച്ചാൽ ഇതിനെതിരെ വന്നൊരു ആക്ടാണ്. ഡൗറി കൊടുക്കരുത്, അത് 1961 വന്നത്. ഈ ആക്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അതായത് എല്ലാവർക്കും ബാധകമാണ്. റിലിജൻ, കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ ഒന്നും നോക്കുന്നില്ല എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരിൽ. ആൻഡ് ഇറ്റ് അപ്ലൈസ് ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് പേഴ്സൺസ് ഇൻ ഇന്ത്യ. പ്രൊഹിബിഷൻ എന്താണ്? വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ഡൗറി കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാണ് ഈ ഒരു ആക്ട് പ്രകാരം. ഈ ലോ എന്താണ്? ഇല്ലീഗലായിട്ട് കൺസിഡർ ചെയ്യും. ഡൗറി വാങ്ങിക്കുന്നതാണെങ്കിലും കൊടുക്കുന്നതാണെങ്കിലും കല്യാണത്തിന് മുൻപും പിൻപും. പണിഷ്മെൻറ്റ്, ഡൗറി മേടിക്കുന്നതിനും എന്താണ് കൊടുക്കുന്നതിനും പണിഷ്മെൻ്റ് ഉണ്ട്. 5 years പിന്നെ 15,000 രൂപ തൊട്ട് ഫൈനും ഉണ്ട്. പിന്നെ ഡൗറി ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ 6 months അല്ലെങ്കിൽ 2 years ആൻഡ് 10,000 വരെ ഫൈനുണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊവിഷൻസ് എന്താ? ഈ വിക്ടിംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഡൗറിയിൽ സെക്ഷൻ 498A ഓഫ് IPCയിൽ, അതായത് 1983 ആഡ് ചെയ്തൊരു കാര്യമാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയോ ക്രൂവൽറ്റിയോ അല്ലെങ്കിൽ ക്രൂവലായിട്ട് പെരുമാറിയോ ഡൗറിയുടെ പേരിൽ എന്തെങ്കിലും ഡിമാൻഡ്സ് നടത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 498A ഓഫ് IPCയിൽ നമുക്ക് ചാർജ് എടുക്കാൻ സാധിക്കും, കേസ് എടുക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ ഡൗറി ഡെത്തുകൾ, അത് സെക്ഷൻ 304Bയിൽ IPCയിൽ വരുന്നതാണ്. അൺനാച്ചുറൽ സർക്കംസ്റ്റൻസസ് വിത്തിൻ 7 years ഓഫ് മാരേജിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൗറിയുടെ കാര്യം കൊണ്ടാണ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡൗറി ഡെത്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് 7 വർഷം വരെ ഇംപ്രിസൺമെൻ്റ് ഉണ്ട്. ഇനി ചലഞ്ചസ്, ഈ ഒരു നിയമം ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ലോ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ചിലർ ഫോൾസ്ലി അക്യൂസ് ചെയ്യും, ഡൗറി ചോദിച്ചു എന്നും മേടിച്ചു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ സോഷ്യൽ അക്സെപ്റ്റൻസ് ഓഫ് ഡൗറി ഉണ്ട്, അതായത് സൊസൈറ്റി തന്നെ ഡൗറി കൊടുക്കണമെന്ന് പറഞ്ഞ് നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്. അല്ലേ, ആളുകളാണെങ്കിൽ എന്തെങ്കിലും കൊടുത്തയക്കണ്ടേ എന്ന് പറഞ്ഞിരിക്കുന്നതുണ്ട്. അതൊരു പ്രശ്നമാണ്. അവെയർനെസ് ഇല്ലാതിരിക്കുന്നത് ഈ ഒരു ആക്ടിനെ കുറിച്ച്. പിന്നെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ, നല്ല രീതിയിൽ ഡൗറി ആക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഹിബിഷൻ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുക, അതായത് കേസൊന്നും എടുക്കാതിരിക്കുക. അത് ഇനി എങ്ങനെ നമുക്ക് ഈ ആക്ടിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാം? ക്യാമ്പയിൻസ്, അവെയർനെസ് പ്രോഗ്രാംസ് വഴി. ഡൗറി വാങ്ങിക്കരുത്, അതിന് ലീഗൽ കോൺസിക്വൻസസ് ഉണ്ട്. പിന്നെന്താണ്? നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ കേസസ് പ്രോസിക്യൂട്ട് ചെയ്യുക, സ്ത്രീകളെ എംപവർ ചെയ്യുക, പിന്നെ കല്യാണം കഴിക്കാൻ പ്രൊമോട്ട് ചെയ്യുക ഡൗറി ഇല്ലാതെ. ഓക്കെ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഹാരസ്മെൻറ്റ്, ഇതിനൊക്കെ ഒരു എൻഡ് കൊണ്ടുവരിക. അതിനാണ് ഈ ഒരു ഡൗറി പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുക, ബോത്ത് ഫിസിക്കലി ഇമോഷണൽ അബ്യൂസിൽ നിന്നും. അപ്പോൾ അത് ഫിസിക്കൽ അബ്യൂസ്, ബോഡിയിൽ ഹാം ചെയ്യുക, ഇഞ്ചുറി കൊണ്ടുവരിക, അല്ലെങ്കിൽ കൊല്ലാൻ നോക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങൾ. ഇമോഷണലായിട്ടും സൈക്കോളജിക്കലായിട്ട് വെർബലി ഇൻസൾട്ട് ചെയ്യുക, ചീത്ത വിളിക്കുക, നാണം കെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക. പിന്നെ സെക്ഷൽ അബ്യൂസ്, അതുപോലെ തന്നെ എക്കണോമിക് അബ്യൂസ് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ റിസോഴ്സസ് വെച്ചിട്ട് അത് കൊടുക്കാതിരിക്കുക, പൈസ കൊടുക്കാതിരിക്കുക, പ്രോപ്പർട്ടി കൊടുക്കാതിരിക്കുക, ഫുഡ് ആൻഡ് ഷെൽട്ടർ കൊടുക്കാതിരിക്കുക. പിന്നെ ഇത് വൈഫ്സിന് അല്ലെങ്കിൽ മാരേജിലേക്ക് റിലേഷൻഷിപ്പിലോ ഇത് ആപ്ലിക്കബിൾ ആണ്, ഭാര്യമാർക്കും പാർട്ട്നേഴ്സിനും. പിന്നെ അമ്മയ്ക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും പെങ്ങളുമാർക്ക് സിസ്റ്റേഴ്സിനാണെങ്കിലും ഡോട്ടേഴ്സിനാണെങ്കിലും, പിന്നെ ലിവിങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്കും ഇത് ബാധകമാണ്, അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. പിന്നെ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്യൂസറിൽ നിന്ന് എന്ത് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. സ്ത്രീകളുടെ ഫ്രീഡം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. പിന്നെന്താണ്? മെഡിക്കൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഈ ഏർണിങ്സ് ഒക്കെ ഇപ്പം നമ്മൾ സമ്പാദിച്ച ഒരു പൈസ വേറൊരാൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു സ്ത്രീകളുടെ, അപ്പോൾ അത് മോണിറ്ററി ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെന്താണ്? കൗൺസിലിംഗ് കൊടുക്കുക. ലീഗൽ പ്രൊസീഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കംപ്ലയിൻറ്റ്
കൊടുക്കാം. പോലീസ് ഓഫീസറിനോ മജിസ്ട്രേറ്റിനോ പ്രൊട്ടക്ഷൻ ഓഫീസറിനോ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുക. 60 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് ഓർഡർ പാസ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഫിസിക്കൽ ഇഞ്ചുറി, അതായത് സ്ത്രീകൾക്ക് ഫിസിക്കൽ ഇഞ്ചുറി ഒന്നോ കാണിക്കുകയൊന്നും വേണ്ട. ബാക്കിയുള്ള എന്തെങ്കിലും തെളിവുകളോ അബ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഫിസിക്കൽ ഇഞ്ചുറി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വേറെ ഏതെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അതും കാണിക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾക്ക് വേണ്ടി. അപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കൗൺസിലിംഗ് അല്ലെങ്കിൽ കൊടുത്ത് ഷെൽട്ടർ ഹോംസ് ഒക്കെ അവൈലബിൾ ആണ്, അവർക്ക് അവിടെ പോയി നിൽക്കാം. അപ്പം പ്രൊട്ടക്ഷൻ ഓവറോളായിട്ട് ഫിസിക്കലി, ഇമോഷണലി, സെക്ഷുവലി, എക്കണോമിക്കലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കോംപ്രിഹെൻസീവായിട്ട് കൊടുക്കുന്നു. എംപവർമെൻറ്റ്, സ്ത്രീകളെ എംപവർ ചെയ്യുക. ജസ്റ്റിസ് പെട്ടെന്ന് തന്നെ കൊടുക്കുക. കേസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർപ്പാക്കി കൊടുക്കുക. പിന്നെന്താണ്, സ്ത്രീകൾക്ക് ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതായത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. അപ്പോൾ ഈ ആക്ട് എല്ലാ രീതിയിലുള്ള വയലൻസിനെ തടയും. പിന്നെന്താ പറയുക, ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക, സ്ത്രീകളുടെ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, അവരുടെ ഡിഗ്നിറ്റി പ്രൊമോട്ട് ചെയ്യുക നമുക്ക്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുവഴി നടത്തുന്നത്. പിന്നെ ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, ചില സ്ത്രീകൾക്ക് റൂറൽ ഏരിയാസിലുള്ളവർക്കൊന്നും ഈ ആക്ടിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ചിലർ സൊസൈറ്റിയെ പേടിച്ച് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കും കേസസൊക്കെ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സോ ഷെൽട്ടർ ഹോംസോ ഇല്ലാതിരിക്കുന്നത് അവരുടെ ഇൻസഫിഷ്യൻറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ അതും പ്രശ്നമാണ്. പിന്നെ ഇതുപോലെ വീണ്ടും കള്ള കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. സ്ലോ ആയിട്ടുള്ള ജുഡീഷ്യൽ പ്രോസസ്സ്, കേസ് ഇങ്ങനെ പതുക്കെ വലിച്ചു നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. നെക്സ്റ്റ്, സെക്ഷൽ ഹാരാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് 2013. അതിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് സ്ത്രീകൾക്ക് കൊടുക്കുക. ജോലി ചെയ്യുന്ന സ്ഥലം സേഫ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ആക്കി മാറ്റുക. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് അവർക്ക് എന്തെങ്കിലും ടൈപ്പിലുള്ള സെക്ഷൽ ഹാരസ്മെൻ്റ് ഒക്കെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ളൊരു ആക്റ്റാണ് 2013 ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൽ ഹാരസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആകാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ സെക്ഷൽ ഫേവറിന് വേണ്ടിയുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്സ്, അശ്ലീലം പറയുക, പോണോഗ്രഫി കാണിക്കുക, പോൺ വീഡിയോസ് കാണിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സെക്ഷൽ നേച്ചറിനെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു ടൈപ്പ്, വേറെ എന്തെങ്കിലും ഒരു മിസ്കണ്ടക്റ്റ്. ഇതിൻ്റെ ആക്ടിൻ്റെ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും NGOs ആണെങ്കിലും എന്ത് വർക്ക് പ്ലേസ് സെക്ടർ ആണെങ്കിലും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊഹിബിഷൻ ആക്റ്റാണ് ഇത്. സ്ത്രീകൾക്ക് വേണ്ടി, വിമൺ എംപ്ലോയീസിന് വേണ്ടിയും ട്രെയിനീസിന് വേണ്ടിയും, വർക്ക് പ്ലേസ് വിസിറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി, വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നാലും അവർക്ക് വേണ്ടിയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. ഇനി എംപ്ലോയേഴ്സാണ് സേഫ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെക്ഷൽ ഹാരസ്മെൻറ്റ് പോളിസി ഡിസ്പ്ലേ ചെയ്യുകയും വേണം. അതായത് ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി വേണം. ആൻഡ് 10ൽ കൂടുതൽ എംപ്ലോയീസ് വേണം അതിനകത്ത് മെമ്പേഴ്സായിട്ട് കമ്മിറ്റിയിൽ. ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി എന്ന് വെച്ചാൽ സ്ത്രീകൾ തന്നെ അത് പ്രിസൈഡ് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഹാഫ് ദ മെമ്പേഴ്സ് സ്ത്രീകളായിരിക്കണം. ഇതിനെക്കുറിച്ച് ഇൻക്വയറീസ് കണ്ടക്ട് ചെയ്യാനും ആക്ഷൻസ് റെക്കമെൻഡ് ചെയ്യാനും കംപ്ലയിൻസ് ഒക്കെ റിസീവ് ചെയ്യാനാണ് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്, ICC. ഇനി 3 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിരിക്കണം സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഫയൽ ചെയ്യാം. ICC ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. 90 ഡേയ്സിനുള്ളിൽ റെക്കമെൻഡേഷൻസ് അവരും പ്രൊവൈഡ് ചെയ്യും. സോ ഇത് ആക്ഷൻസ്, ഇത് വാർണിംഗ്സ് ആയിട്ടും സസ്പെൻഷനായിട്ടോ ടെർമിനേഷനായിട്ടോ നമുക്ക് ആക്ഷൻ എടുക്കാം. ആൻഡ് അത് ചെയ്യാത്ത പക്ഷം 50,000 രൂപ ഫൈനും നമുക്ക് കെട്ടിക്കാം. അതുപോലെ തന്നെ അപ്പോൾ ഇതെന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ യാതൊരു വിധത്തിലുള്ള ഭയവുമില്ലാതെ വർക്ക് ചെയ്യാനും, ഒരു കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ടുവരാനും ഒക്കെയാണ് ഇത് കൊണ്ടുവന്നത്. എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ കൂടുതൽ അത് മീഡിയ ആരും അറിയാതെ അത് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്ത് അതിനെതിരെ ടൈം ബൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുക. ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, അവയർനെസ് ഇല്ലാതിരിക്കുക ഇതിനെക്കുറിച്ച്. ഇനി പേടിച്ച് പറയാതിരിക്കുക, നോൺ റെസ്പോൺസീവായിട്ടിരിക്കുക. അതുപോലെ തന്നെ ICCC ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് സെൻറ്റർ ഉണ്ടല്ലോ, അത് ഇന്നെഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുക. അടുത്തത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. ഇത് ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും അവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷനും വയലൻസിനും എതിരെയൊക്കെ കൊണ്ടുവരുന്നതാണ് ഈ ഒരു ആക്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ജെൻഡറും സെക്സും തമ്മിലൊരു മാച്ചിങ് കാണത്തില്ല. ജെൻഡർ ഡസ് നോട്ട് മാച്ച് വിത്ത് ദി സെക്സ് ദേ വെയർ അസൈൻഡ് അറ്റ് ബർത്ത്. ഇപ്പോൾ ട്രാൻസ് മെൻ ഉണ്ട്, ട്രാൻസ് വിമൻ ഉണ്ട്, അതർ ജെൻഡർ ക്യൂർ ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇൻ്റർസെക്സ് പേഴ്സൺസും ഉണ്ട്.
അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ എന്തെങ്കിലും, അതായത് ഞാൻ ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് ആണായിട്ടാണ് ഇനി ജീവിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആവും ട്രാൻസ് മെന്നായിട്ട് ഞാൻ മാറും. ട്രാൻസ് വിമൺ എന്ന് വെച്ചാൽ ആണ് പെണ്ണാവുന്നത്. ഓക്കെ. പിന്നെ ഇനി ഡിസ്ക്രിമിനേഷൻ എന്തിന്? എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ഹെൽത്ത് കെയർ, ഹൗസിങ്, പബ്ലിക് സ്പേസസ് ആക്സസ് ചെയ്യാൻ ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹോസ്റ്റൽ കൊടുക്കുന്നില്ല, ഹോസ്റ്റൽ സർവീസ് കൊടുക്കുന്നില്ല, റൂംസ് കൊടുക്കുന്നില്ല, വീടുകൾ കൊടുക്കുന്നില്ല, അതൊക്കെ എന്താണ് ഇതിനകത്ത് വരുന്നതാണ്. അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, അവർക്കും റൈറ്റ്സ് ഉണ്ട്, അവർ മനുഷ്യരാണ്. സോ അവർക്കും എന്ത് ചെയ്യുക? യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും മാർജിനലൈസേഷനും ഇല്ലാതെ കൊടുക്കുക. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവർക്കും എന്താണ്? ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അവർക്ക് ഏത് ജെൻഡറിൻ്റെ അടുത്തോട്ടും ഏത് ജെൻഡറിലോട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഫ്രീഡവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പേഴ്സണിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡൻറ്റിറ്റി നമുക്ക് അവർക്ക് മേടിച്ച് വെക്കാം. അതായത് ഇപ്പം ഞാൻ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ആണായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളത് മജിസ്ട്രേറ്റിന് മുമ്പിൽ നിന്നൊരു ജെൻഡർ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡൻറ്റിറ്റി നമുക്ക് മേടിച്ച് വെക്കാവുന്നതേ ഉള്ളൂ ഇവർക്ക്. പിന്നെ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ വെൽഫെയർ സ്കീംസും ഹെൽത്ത് കെയർ സർവീസസും ട്രെയിനിങ്ങും എഡ്യൂക്കേഷണൽ സപ്പോർട്ടൊക്കെ ഇവർക്ക് നൽകുന്നുണ്ട്. അത് എന്ത് ചെയ്യണം? എംപ്ലോയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ഇത് കാരണം പ്രൊമോട്ട് ചെയ്യാനോ അവരെ ജോലിക്കെടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവരെ മാറ്റി നിർത്തിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെയും കേസെടുക്കാനുള്ളൊരു വകുപ്പുണ്ട്. ഹെൽത്ത് കെയർ റൈറ്റ്സ്, ട്രാൻസ്ജെൻഡർ പീപ്പിളിന് ഗവൺമെൻറ് റൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ ഹെൽത്ത് കെയർ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി ക്രിറ്റിസിസംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട്, കുറേയധികം സ്ലോ ആണ് എന്നുള്ളത് വരുന്നുണ്ട്. അതായത് ഈ ജെൻഡർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളത്. പിന്നെ ഈ ട്രാൻസ്ജെൻഡർ പീപ്പിളിനെതിരെയുള്ള ഒഫൻസസ്, അതിന് ഈ ലോവർ പെനാൽറ്റീസ് ആണുള്ളത് എന്ന് ഒരു ആക്ഷേപമുണ്ട്. ഓക്കെ. ആംബിഗ്യൂറ്റി, ഈ ആക്ടിനകത്ത് ക്ലിയർ ആയിട്ട് എഡ്യൂക്കേഷനിൽ റിസർവേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ ട്രാൻസ്ജെൻഡർ പീപ്പിളിന് റിസർവേഷൻ ഉണ്ടെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇവരെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നമ്മളൊരാളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. ഓക്കെ. ചലഞ്ചസ് എന്ന് വെച്ചാൽ ഇതിനെതിരെയുള്ള അവയർനെസ് ഇല്ലാതിരിക്കുക, സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ഈ വെൽഫെയർ മെഷേഴ്സൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ഓരോ ഗ്യാപ്പുകൾ വരിക, അതായത് വ്യക്തമല്ലാത്ത രീതിയിലൊക്കെ കൊണ്ടുവരിക, ഒരു വ്യക്തതയില്ലായ്മ. അപ്പോൾ അതാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന് പറയുന്നത്.